സിപിഎമ്മിനെയും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെയും പരിഹസിച്ച് കോഴിക്കോട് എം.പി എം.കെ. രാഘവൻ. ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയത് ജ്യോത്സ്യരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് എം.കെ. രാഘവൻ എം.പി. പറഞ്ഞു. അയ്യപ്പ കോപം മാറ്റാൻ പരിഹാരം തേടിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പയ്യന്നൂരിലെ ജ്യോത്സ്യൻ മാധവ പൊതുവാളിനെ കണ്ടത്. മാധവ പൊതുവാളാണ് അയ്യപ്പ സംഗമം നടത്താൻ നിർദ്ദേശിച്ചത്. അത് പ്രകാരമാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയതെന്നും രാഘവൻ പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഒത്താശ ചെയ്ത സർക്കാരാണിത്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്നത്തെ കേസുകളാണ് ആദ്യം പിൻവലിക്കേണ്ടതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും പ്രതികരിച്ചു. ഇനി AI എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയല്ലാതെ മാർഗമില്ലെന്നും വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു. സംഗമം കൊണ്ടുണ്ടായ ഏക ഗുണം ദേവസ്വം മന്ത്രിക്ക് UP മുഖ്യമന്ത്രിയുടെ ആശംസ വായിക്കാനായി എന്നത് മാത്രം. അയ്യപ്പസ്വാമിയെ രാഷ്ട്രീയ നേട്ടത്തിന്റെ വേദി ആക്കരുതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം പരിപൂർണ പരാജയമെന്ന് രമേശ് ചെന്നിത്തല. 51 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇരുമുടിക്കെട്ടുമായെത്തിയ ഭക്തരുടെ പേര് എഴുതി വയ്ക്കുകയായിരുന്നു. സർക്കാരിൻ്റേത് തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്യം നിറഞ്ഞ ശ്രമമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖം നന്നാവാത്തതിന് ഗോവിന്ദൻ മാഷ് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ലെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വർഗീയത പരത്തി വോട്ട് നേടാനാണ് CPM നീക്കമെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. കാലിയായ കസേരകൾക്ക് മുന്നിലാണ് ചർച്ചകൾ നടന്നതെന്ന് NK പ്രേമചന്ദ്രൻ MP-യും ആരോപിച്ചു. അതേസമയം ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിജയമെന്ന് സർക്കാരും CPM-ഉം വിലയിരുത്തുമ്പോൾ തന്നെ ആളില്ലാ കസേരകൾ ചൂണ്ടിക്കാണിച്ചു തുടങ്ങിയ വിവാദം മറ്റു വിഷയങ്ങളിലേക്കും പടരുന്നു. പ്രതീക്ഷിച്ചത്ര ഭക്തരെത്തിയില്ല എന്നതിനപ്പുറം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം മന്ത്രി VN വാസവൻ വായിച്ചതും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയിലൂടെ വിമർശനം നേരിടുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അമിത പരിഗണന നൽകിയതുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി സംഗമവേദിയിലെത്തിയതും വിമർശനത്തിന് ഇടയാക്കി. സംഗമത്തിനെതിരെ എതിർപ്പുയർത്തിയ BJP സംസ്ഥാന നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് യോഗിയുടെ ആശംസ വായിച്ചതെങ്കിലും ഇതിനെതിരെ CPM-ൽ നിന്നാണ് മുറുമുറുപ്പേറെയും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു സംഗമമെങ്കിലും പാർട്ടിയിൽ നിന്ന് അകന്ന ഈഴവരടക്കം വിശ്വാസി സമൂഹത്തെ തിരിച്ചെത്തിക്കുക, ഭൂരിപക്ഷത്തെ അവഗണിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾക്കായാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നതെന്ന സംഘ് പരിവാർ പ്രചരണത്തിന്റെ മുനയൊടിക്കുക, ശബരിമല യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ തിരുത്ത് ഭക്തരെ ബോധ്യപ്പെടുത്തുക എന്നിവയടക്കമാണ് CPM ലക്ഷ്യമിട്ടത്. ഇക്കാര്യങ്ങളിൽ അയ്യപ്പ സംഗമം പാർട്ടിക്കും സർക്കാരിനും എത്രമാത്രം ഗുണം ചെയ്തെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം. പ്രതിപക്ഷവും BJP-യും എതിർത്ത സംഗമത്തിൽ SNDP, NSS, KPMS പ്രാതിനിധ്യം ഉറപ്പാക്കാനായത് നേട്ടമാണ്. വിശ്വാസി സമൂഹത്തെ ചേർത്ത് പിടിച്ചാകും മുന്നോട്ടു പോവുകയെന്ന സന്ദേശം നൽകാനുമായി. പ്രതീക്ഷിച്ച ആളെത്താതായതോടെ ഭക്തർ തന്നെ സംഗമത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാക്കി വിലയിരുത്തുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്.